ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 ഡേയ്സ് 30 റെസിപ്പി സീരീസിലെ 24ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മിനി ബർഗേഴ്സ് അല്ലെങ്കിൽ ബൈറ്റ് സൈസ് ബർഗർ എന്നൊക്കെ പറയാം. ഇതിന് വേണ്ടിയിട്ടുള്ള ബണ്ണിൻ്റെ റെസിപ്പിയും അതുപോലെ പാറ്റീൻ്റെ റെസിപ്പിയും എല്ലാം നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 200 ml കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 കപ്പ് മൈദക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തേക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പാലും വെള്ളത്തിൻ്റെയും മിക്സ്ചറിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാലിന് 1/4 കപ്പ് വെള്ളം എന്ന രീതിയിലെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു ലൈറ്റ് ചൂടായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനിവിടെ ഏകദേശം ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുഴക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു മിക്സ്ചറിന് ലൈറ്റ് ചൂട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇതൊരു തട്ടിക്കൂട്ട് ബണ്ണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് അധികം കുഴച്ചെടുക്കുകയൊന്നും ചെയ്യാതെ ചെയ്തെടുക്കുന്നൊരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു പൊട്ടേറ്റോ ബണ്ണിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കിയാൽ മതി. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബണ്ണിൻ്റെ റെസിപ്പിയാണത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു 2-3 മിനിറ്റ് കുഴച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി പൊങ്ങാനായിട്ട് വെക്കണം. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ്ചറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് ഇത് ഡബിൾ ആവുന്നത് വരെ അല്ലെങ്കിൽ ജസ്റ്റ് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റെസിപ്പി വെച്ച് 6 മിനി ബർഗേഴ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. സോ നമുക്കത് കണക്കായിട്ട് ഇത് കട്ട് ചെയ്ത് ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മളൊരു പൂരിയുടെ ഒരു ബോളിൻ്റെ ഒക്കെ വണ്ണത്തിൽ ഇത് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ സെക്കൻഡ് പ്രൂഫിങ്ങിനായിട്ട് വെക്കണം. ഞാനൊരു ക്ലിങ് ഫിൽം വെച്ച് കവർ ചെയ്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ബർഗറിൻ്റെ ബോൾസ് നന്നായിട്ടൊന്ന് വലുതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എഗ് വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എഗ്ഗിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാല് വെച്ചിട്ടും ഇതുപോലെ വാഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം പന്നും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഭംഗിക്കായിട്ട് ഞാൻ സെസമി സീഡ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാ ബർഗറിൻ്റെ മുകളിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ബേക്ക് ചെയ്യണം. അതിനായി 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവണിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ബേക്ക് ചെയ്താൽ മതിയാവും. വളരെ ചെറിയ ബൺസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കാവും. ഇനി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള പാറ്റി ഉണ്ടാക്കാം. ഇതിനായിട്ടാണ് ഇവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അണിയൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, ഇത് 1/2 കപ്പിലും കുറച്ച് അധികം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബർഗറിൻ്റെ പാറ്റി എത്രമാത്രം വലിപ്പമാണോ അതിനനുസരിച്ച് ചിക്കൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇതിലോട്ട് സ്പൈസിനെസ്സിന് ആവശ്യമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് സീസണിങ് ചേർത്തിട്ടുണ്ട്. ഗാർലിക് സീസണിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗാർലിക് പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ ഗാർലിക് പേസ്റ്റോ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ 1 മുട്ട നന്നായിട്ട് അടിച്ചതിൻ്റെ പകുതി ഭാഗം കൂടെ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റായിട്ട് ഞാൻ ചേർക്കുന്നത് ആ ഒരു ബൈൻഡിങ് കിട്ടാനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അത് കുറച്ച് വേണമെങ്കിൽ കൂടുതലോ കുറവോ ചേർത്താൽ മതിയാവും, നല്ലൊരു ബൈൻഡിങ് കിട്ടുന്നത് വരെ. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിതിന് ഏകദേശം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മളിത് നമുക്ക് വേണ്ട ആ ഒരു സൈസിലും ഷേപ്പിലുമുള്ള പാറ്റീസാക്കി റെഡിയാക്കി വെക്കാം. കൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലൊരു മോൾഡ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ പാറ്റിയും നമ്മളൊരു കട്ട്ലറ്റൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ പാറ്റീസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ എടുത്ത് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾ ശാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 2-3 പാറ്റി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു സൈഡ് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിതിനെ മറിച്ചിട്ട് വീണ്ടും ആ സൈഡും കൂടെ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ പാറ്റീസ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ടൈമിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ടിഷ്യൂലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബർഗർ സോസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇതിനായിട്ട് ഞാനിവിടെ സ്റ്റോബോട്ട് ആയിട്ടുള്ള മയണൈസാണ് യൂസ് ചെയ്തത്. ഓൾറെഡി ഞാൻ മയണൈസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആ മയണൈസ് അല്ലെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡ് മയണൈസിൻ്റെ റെസിപ്പി വെച്ചിട്ടും നമുക്ക് ഈ സെയിം റെസിപ്പി ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പെപ്പർ പൗഡർ ചേർത്തു. കുറച്ച് സ്പൈസി ആക്കാനായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്തു. ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ക്യാപ്സിക്കം. പിന്നെ ഞാനിവിടെ നമ്മുടെ
ഗാർലിക് സീസണിങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗാർലിക് ഫ്ലേവേർഡ് ആയിട്ടുള്ള മയോ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോ ഉണ്ടാക്കുന്ന സമയത്ത് ഗാർലിക് ചേർത്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ മയോ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് മയോനൈസും കൂടെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ബർഗർ സോസ് റെഡിയായി. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചീസ് എടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ച സോസ് ഉണ്ട്, നമ്മുടെ ബർഗർ പാറ്റീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് ഐസ്ബർഗ് ലെറ്റ്യൂസ് ഉണ്ട്, പിന്നെ ക്യൂക്കമ്പർ ഉണ്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ച് നമുക്ക് ഒരു ബർഗർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബർഗർ ബൺസ് ഒന്ന് കട്ട് ചെയ്യാം. നിങ്ങൾ കാണും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചീസ് സ്ലൈസ് 4 പോർഷനാക്കിയിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബർഗർ സോസിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് അതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ പാറ്റി, പിന്നെ ഇതിന് ഒരു കറക്റ്റായിട്ടൊരു ലെവലിലൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല, അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാൻ അതിന് ശേഷം ഐസ്ബർഗ് ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ചുകൂടെ ബർഗർ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ലൈസ് ചീസും കൂടെ വെച്ചു. പിന്നെ ഒരു ടൊമാറ്റോ സ്ലൈസും കൂടെ വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ക്യൂക്കമ്പറോ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു ടൂത്ത് പിക്കും കൂടെ വെച്ച് നമുക്കിതിനെ ഒന്ന് സെക്യൂർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബർഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ മറ്റൊരു റെഡിപ്പുള്ളി റെസിപ്പി ആയിട്ട് കാണാം.